ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിന്ന് എടുക്കാൻ പോണത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. മെയിനായിട്ടുള്ള ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് based on several factors, typically 10 based on parameters such preference, growth, value, etc. Here that മെയിൻലി ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ, ഒരു ഇൻവെസ്റ്റർ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ അതിന് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽസ് ഉണ്ട്. മെയിൻലി 3 type of investing styles are we have discussing for this video. First one, growth investing approach, value investing approach, and third one, relative approach. These are the 3 type of investing styles ആണ് കേട്ടോ. അത് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അപ്രോച്ച്. ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് സിമ്പിളാണ്. ഇറ്റ്സ് റിലേറ്റിംഗ് ടു ദി ഗ്രോത്ത് ആണ്. ഓക്കെ, ഫസ്റ്റ് ഒരു സിമ്പിളായിട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും എന്താ പറയുന്നത്, ഫോക്കസ് ചെയ്യുന്നത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽ സച്ച് ആസ് ഏർണിംഗ്, ഡിവിഡൻഡ്, ക്യാഷ് ഫ്ലോ ആൻഡ് ബുക്ക് വാല്യൂ കമ്പനി ആൻഡ്സ് ടു കൺസിഡർ റാഷണൽ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് ഫോർ ലുക്കിംഗ് റാപ്പിഡ്ലി ഗ്രോയിങ് ഏർണിങ്സ്. മെയിനായിട്ട് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകുന്ന ഗ്രോത്തും ഗ്രോയിങ് ഏണിങ്സൊക്കെ എന്ത് ചെയ്യുന്നു, റാപ്പിഡ്ലി ചേഞ്ചസ് ചെയ്യുന്നതൊക്കെ മാറി നിന്നുകൊണ്ട് ഈ ഇൻവെസ്റ്റേഴ്സ് നിരീക്ഷിക്കുക ചെയ്യണത്. അത്തരത്തിലുള്ള ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും കമ്പനിയുടെ ഡിവിഡൻഡ് ഏണിങ്സ്, ക്യാഷ് ഫ്ലോ, ബുക്ക് വാല്യൂവിലാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളത്. അവർ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഈ ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത്. ഓക്കെ, have not a particularly bothered whether a stock cheap or expensive. Then ഇത്തരത്തിലുള്ള ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അപ്രോച്ചിൽ സ്റ്റോക്ക് ചീപ്പാണോ അതോ എക്സ്പെൻസീവ് ആണോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അവരൊന്നും ബോധേഡ് ആയിരിക്കില്ല അത്തരത്തിലുള്ള സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ. ഈസ് നോട്ട് ബോധേഡ് അബൌട്ട് ദി സ്റ്റോക്ക് ആൻഡ് എക്സ്പെൻസീവ്. ഓക്കെ, then here's we have to discussing the two ratio for the growth investing approach. First one is a PB ratio and PE ratio. These are the two relevant ratios. First one, PB ratio. PB ratio means price book ratio ആണ്. പ്രൈസ് ബുക്ക് റേഷ്യോ. PE ratio is price earning ratio ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, പ്രൈസ് ബുക്ക് ratio. Price book ratio, it's a book value is accounting value of a firm ആണ്. ഇസ് അക്കൗണ്ടിങ് വാല്യൂ ഓഫ് എ ഫോമാണ്. ഫോമിൻ്റെ അക്കൗണ്ടിങ് വാല്യൂവിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, PB is calculated by subtracting total liability from the total assets and dividing the result by the total number of shares ആണ്. ഇവിടെ എന്ന് പറയുന്നത് ടോട്ടൽ ആയിട്ടുള്ള ലയബിലിറ്റി അതുപോലെ തന്നെ അസറ്റ്സും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിനുണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, PB റേഷ്യോ എന്ന് പറയുന്ന ഫാക്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് എ PB റേഷ്യോ. അസറ്റ് ലയബിലിറ്റി ഇൻറ്റു ചെയ്യുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടലായിട്ടുള്ള ഷെയർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് PB റേഷ്യോ കിട്ടുന്നുണ്ട്. ദെൻ PE റേഷ്യോ അനദർ ഇമ്പോർട്ടൻറ്റ് റേഷ്യോ ആണ്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണ് കേട്ടോ. പ്രൈസ് earning per shares arrived by taking in the company net profit by dividing to the total number of shares. PE ratio is the market price of the shares divided by the EPS. That means PE ratio എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റ് പ്രൈസിനെ നമ്മുടെ ഈ ഏണിങ്സ് പെർ ഷെയർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, PE റേഷ്യോ, അതായത് പ്രൈസ് ഏർണിംഗ് റേഷ്യോ കിട്ടും. ഓക്കെ, PB ആൻഡ് PE റേഷ്യോ. PB റേഷ്യോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, അസറ്റ് ലയബിലിറ്റീനെ ഇൻറ്റു ചെയ്യുന്നു, എന്നിട്ട് നമ്മളെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിനെ കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് PB റേഷ്യോ കിട്ടുന്നു. PE റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് പ്രൈസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. എന്തുകൊണ്ട്, നമ്മൾ ഏർണിംഗ് പെർ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, PE റേഷ്യോ കിട്ടും. ദിസ് ആർ ദി റിലേറ്റിംഗ് ഫോർ ദി ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് അപ്രോച്ച്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഇസ് value investing approach. It's based on value ആണ്. Value investors mostly looking about the stock that are currently not much demanded in the market. That means ഇത്തരത്തിലുള്ള വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ സ്റ്റോക്സ് കറൻ്റ്ലി ഡിമാൻഡുള്ള സ്റ്റോക്സ് ആണോ മാർക്കറ്റിൽ മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ബോധേഡ് ആയിരിക്കില്ല. അത്തരത്തിലുള്ളതൊന്നും ചിലപ്പോൾ മാച്ചൊന്നും ആയിരിക്കില്ല. അവരുടെ സ്റ്റോക്സ് കാര്യങ്ങളൊക്കെ ഡിമാൻഡ് ആയിരിക്കണം എന്നില്ല. Then these companies can support earnings setback companies low ends of business cycles. Value investing approach are some substyles relating for
this. Okay, first one low price, second constraint, and third yield. These are the three type of substrate relating to the value investing approach. നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് ലോ പ്രൈസ് എന്ന് പറയുന്നത്. ലോ പ്രൈസ് മാനേജർ കോൺസെൻട്രേറ്റ് ഓൺ കമ്പനീസ് ട്രേഡിംഗ് അറ്റ് ലോ പ്രൈസ് ആണ്. കമ്പനീസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതായത് പ്രൈസ് ഏർണിംഗ് മാനേജേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് കമ്പനീസിൻ്റെ ട്രേഡിങ്ങിൽ ലോ പ്രൈസ് ആയിരിക്കും. പറഞ്ഞതുപോലെ ലോ പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത് ലോ പ്രൈസിനായിരിക്കും എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യണത്. ദെൻ നെക്സ്റ്റ് വൺ കൺസ്ട്രെയിൻസ് ആണ്. Constraint means the constraints managers look at the book value of a company and focus those company are selling at low valuation related to book value. Book value എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രെയിൻ മെയിനായിട്ട് മാനേജേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് ബുക്ക് വാല്യൂവിനെയാണ് കേട്ടോ, കമ്പനിയുടെ ബുക്ക് വാല്യൂവിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഈൽഡിന് ഡിവിഡൻറ്റ് ഈൽഡ് വരുന്നുണ്ട്. ഡിവിഡൻറ്റ് ഈൽഡ് വി നോ വാട്ട് ഈസ് ദ ഡിവിഡൻറ്റ് ഈൽഡ്. നമ്മുടെ FML ഡിവിഡൻറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അധികം പറയേണ്ട ആവശ്യമില്ല. ഈ ഡിവിഡൻറ്റ് ഈൽഡ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതി മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. ദ ഡിവിഡൻറ്റ് ഈൽഡ് ഓഫ് ദ കമ്പനി ഡിവിഡൻറ്റ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ദി പ്രൈസ് പെർ ഷെയർ. എങ്ങനെയാണ് കമ്പനിയുടെ ഡിവിഡൻറ്റ് പെർ ഷെയറിനെ നമ്മുടെ പ്രൈസ് പെർ ഷെയർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു എമൗണ്ടാണ് നമ്മുടെ ഡിവിഡൻറ്റ് ഈൽഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജ് രൂപത്തിലാണ്. ഓക്കെ, ഹൈ ഡിവിഡൻറ്റ് ഈൽഡ് കൺസേർവ് ടു ബി എവിഡൻസ് ടു ദാറ്റ് സ്റ്റോക്ക് അണ്ടർ പ്രൈസ്ഡ്. ഹൈ ഡിവിഡൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അണ്ടർ പ്രൈസും ലോ ഡിവിഡൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓവർ പ്രൈസുമാണ്. ഓക്കെ, ദിസ് റിലേറ്റിംഗ് ഫോർ the value investing approach. Okay, then finally we have to discussing the relative approaches of a investing style. This is most relevant ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിംഗ് സ്റ്റൈലാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് അതർ ടു സ്റ്റൈൽ. അതായത് ദർ ആർ ഓൾസോ ഹൈബ്രിഡ് അപ്രോച്ച്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഗ്രോത്ത് ആൻഡ് വാല്യൂ ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഗ്രോത്ത് വാല്യൂ ഇൻവെസ്റ്റിംഗ് കോമ്പിനേഷൻ ചെയ്യുന്നതാണ് റിലേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ആർ ദി മെയിൻ 3 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിംഗ് സ്റ്റൈലാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഗ്രോത്ത്, വാല്യൂ ആൻഡ് റിലേറ്റീവ് അപ്രോച്ച്. ഇത് മനസ്സിലായി കരുതുന്നുണ്ട്. നമുക്കിനി അടുത്തൊരു ടോപ്പിക്കാണ് നമ്മൾ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡെക്സിങ് സിമ്പിളാണ്. ഇൻഡെക്സിങ് ഇസ് ബോർഡർലി റെഫർ ടു എൻ ഇൻഡിക്കേറ്റർ ടു measure of something in financial market. Indexing, we know what is the indexing meaning. അല്ലേ, അതൊരു സംതിങ് ആയിട്ടുള്ളൊരു മെഷർ ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ്. ഇറ്റ് റെഫർ ടു ഇൻഡിക്കേറ്റർ ഓർ മെഷറിങ് സംതിങ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്തെങ്കിലും മെഷർ ചെയ്യുന്ന സംതിങ്ങിനാണ് ഇൻഡെക്സിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, indexing can be used to statistical measures through tracking economic data, methodology for grouping a specific market segment or investment, and a management strategy or pervasive investment strategy നെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ദെൻ ഇൻഡെക്സിങ് ഇൻവെസ്റ്ററിങ് ആണ് വരുന്നത്. ഇൻഡെക്സിങ് ഇൻവെസ്റ്ററിങ്സിൽ ട്രക്കിംഗ് കീ ഇൻഡെക്സിങ് വരുന്നുണ്ട് കേട്ടോ. ഫണ്ട് പ്രൊവൈഡ് ടു പ്രൈമറി മെത്തേഡ് ടു ട്രാക്ക് ഇൻഡെക്സസ്. ട്രാക്ക് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കീ ഇൻഡെക്സിങ് ആണ്. ഓക്കെ, ഈ റെപ്ലിക്കേഷൻ ആൻഡ് സാമ്പിളിംഗ് ഓഫ് ടു റിലേറ്റിംഗ് ഫോർ ദിസ് ഇൻഡെക്സ് ആണ്. റെപ്ലിക്കേഷൻസ് മീൻസ് a fund hold every security is and its targets in index in the same proportion of a index. That's a relating for the same proportion ഇൻഡെക്സിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. സാമ്പിളിംഗ്, വി നോ വാട്ട് ഇസ് എ സാമ്പിളിംഗ്. റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുകയാണ്. നമ്മളൊരു സാമ്പിളിംഗ് എന്താണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. ഇവിടെ നോക്കുക, മാനേജേഴ്സ് സ്റ്റഡി റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ സെക്യൂരിറ്റി ഫ്രം ദി ടാർഗറ്റ് ഇൻഡെക്സ്. ടാർഗറ്റ് ഇൻഡെക്സിലെ എന്ത് ചെയ്യുന്നു, ടാർഗറ്റ് ഇൻഡെക്സിൽ സെക്യൂരിറ്റീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക, മാനേജേഴ്സ് സെലക്ട് ചെയ്യുന്നു. റെപ്രസെൻറ്റേറ്റീവ് സൈസിലെ സാമ്പിൾസിനെ നമ്മൾ ഈ ടാർഗറ്റ് ഇൻഡെക്സിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെപ്ലിക്കേഷൻ സെയിം പ്രൊപ്പോർഷൻ ഇൻഡെക്സ് റിലേറ്റിംഗ് ചെയ്യുന്നതാണെങ്കിൽ സാമ്പിളിംഗ് എന്ന് പറയുന്ന മാനേജേഴ്സാണ് സെലക്ട് ചെയ്യുന്നത്. എന്ത് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിൾസ് സെക്യൂരിറ്റീസ് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യണം. ദെൻ ഫോർമുല പ്ലാൻ ആണ് വരുന്നത്. അടുത്തുനിന്ന് ഫോർമുല പ്ലാൻ അടുത്തൊരു ടോപ്പിക്കാണ്. ഇൻഡെക്സിങ് കഴിഞ്ഞു, അടുത്ത ഫോർമുല പ്ലാൻ ആണ് വരുന്നത്. ഫോർമുല പ്ലാൻ വെരി ഈസി ടു സേ. ഫോർമുല പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമുല പ്ലാൻസ് ആർ 13 പ്രീ ഡിഫൈൻഡ് റൂൾ ആൻഡ് റെഗുലേഷൻസ് ഡിസൈഡിങ്
when and how much assets an individual can purchase or sell for the portfolio revision. It means പോർട്ട്ഫോളിയോ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെർട്ടൻ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീ ഡിഫൈൻഡ് ആണ് റൂളും റെഗുലേഷൻസ് ആൻഡ് ഡിസൈഡിങ് വെൻ ആൻഡ് ഹൗ മച്ച് അസറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ പർച്ചേസ് ഓർ സെയിൽ ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ നമ്മളെ പോർട്ട്ഫോളിയോ റിവിഷനിൽ നിന്നും എത്രത്തോളം അസറ്റ്സ് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം, സെയിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ എബൌട്ട് റൂളും റെഗുലേഷൻസും ഒക്കെയാണ് ഫോർമുല പ്ലാനിൽ എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ പോർട്ട്ഫോളിയോ റിവിഷനിൽ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ നമുക്ക് പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ സെയിൽ ചെയ്യണം, എന്താ അസറ്റ്സ് നമ്മൾ പർച്ചേസും സെയിലും ചെയ്യണത്. അപ്പോൾ ഇതിനുള്ള കുറച്ച് റൂളും റെഗുലേഷൻസൊക്കെ എന്ത് ചെയ്യുന്നു, ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയാണ് ഫോർമുല പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഫോർമുല പ്ലാൻ ആർ മെക്കാനിക്കൽ മെത്തേഡ് ടു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് that try to take advantage for price changes in the security that result from the cyclical price movements. എന്ത് ചെയ്യുന്നു, സൈക്ലിക്കൽ പ്രൈസ് മൂവ്മെൻറ്റ്സിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, ചേഞ്ചസ് ഒക്കെ പോർട്ട്ഫോളിയോ പ്ലാനിങ്ങിൽ വരുന്നുണ്ട്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ പോയിന്റ് നോക്കാം. ഫോർമുല പ്ലാൻ ഹാവ് ഹെൽപ്പ് and investors to make the best possible use fluctuations in the financial market. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് എന്ന് ടേക്ക് ചെയ്യുന്നു ഡിസിഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫോർമുല പ്ലാൻസ് വഴി ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യുന്നു, ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ആക്ഷനും യൂസ് ഒക്കെ എന്ത് ചെയ്യുന്നു. അതായത് ഫ്ലക്ച്വേഷൻസ് ടൈമിൽ നമ്മൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ സെയിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ ആ ഒരു മെക്കാനിസത്തിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് പോസിബിൾ യൂസൊക്കെ ഇത്തരത്തിലുള്ള ഫോർമുല പ്ലാൻ വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സിന്. ഓക്കെ, വൺ ക്യാൻ പർച്ചേസ് ഷെയർ ആൻഡ് ദ പ്രൈസ് ലെസ് ആൻഡ് ഇവിടെ പറയുന്ന വൺ ക്യാൻ പർച്ചേസ് ഷെയർ, എന്ത് ചെയ്യാം, ഷെയർ പർച്ചേസ് ചെയ്യാം. എപ്പോഴാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്, പ്രൈസ് ലെസ്, പ്രൈസ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഷെയർസ് പർച്ചേസ് ചെയ്യുന്നു. ദെൻ സെൽ ഓഫ് വെൻ മാർക്കറ്റ്, സെൽ ഓഫ് ആവുന്ന ടൈമിൽ മാർക്കറ്റ് പ്രൈസ് ഹയർ, സെൽ ഓഫ് ടൈമിൽ മാർക്കറ്റ് പ്രൈസ് വിൽ ബി ഹയർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ദിസ് ഇസ് ദി ഫോർമുല പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റൂളും റെഗുലേഷൻസും ആണെന്ന് മൈൻഡിൽ കയറ്റി വയ്ക്കുക. ഇറ്റ് ക്യാൻ ബി സെയിൽ. ഓക്കെ, ഇറ്റ്സ് എ പ്രീ ഡിഫൈൻഡ് റൂൾ ആൻഡ് റെഗുലേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ how many assets purchase or selling in the portfolio revision. ഇത് മാത്രം നോട്ട് ചെയ്താൽ മതി. ദെൻ ടൈപ്സ് ഓഫ് ഫോർമുല പ്ലാൻസ് വരുന്നുണ്ട്. അണ്ടർ ടൈപ്സ് ഓഫ് ഫോർമുല പ്ലാൻസിൽ 4 types of formula plans are relating for this topic. And first one, dollar cost averaging plan. Second, constant rupee plan. Third, constant ratio plan. Then finally വേരിയബിൾ റേഷ്യോ പ്ലാൻ. ദിസ് ഇസ് ആർ ദി 4 types of formula plan. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡോളർ കോസ്റ്റ് ആവറേജിങ് പ്ലാൻ. ഡോളർ കോസ്റ്റ് ആവറേജിങ് പ്ലാൻസ് മീൻസ് the dollar cost averaging plans involve investing a fixed dollar amount in a security at a fixed time interval. അതായത് സെക്യൂരിറ്റീസ് അറ്റ് ഫിക്സഡ് ആയിട്ടുള്ള ടൈം ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യുന്നു, ഡോളർ ഫിക്സ് ചെയ്യുന്നു, സെക്യൂരിറ്റീൻ്റെ മേലെ ഡോളർ ഫിക്സഡ് എമൗണ്ട് ഫിക്സ് ചെയ്യുന്നതാണ് പറയുന്നത്. ദ ഷെയർ പ്രൈസ് ഇൻക്രീസ് ഫേവർ ഷെയർസ് ആർ പർച്ചേസ്ഡ്. അത് നോട്ട് ചെയ്യാം കേട്ടോ. ഇഫ് ദ ഷെയർ പ്രൈസ് ഇൻക്രീസ്, നമ്മുടെ ഷെയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേവർ ആയിട്ടുള്ള ഷെയർ എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. അവിടെ നോക്കേണ്ടത് അവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഫേവർ ആയിട്ടുള്ള ഷെയർ മാത്രമേ നമ്മളവിടെ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. ദെൻ വെൻ ദ ഷെയർ പ്രൈസ് ഡിക്ലൈൻ, അവിടെ പിന്നെ ഷെയർ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, കുറയുന്ന സമയത്ത് മോർ ഷെയർസ് ആയി പർച്ചേസ് ചെയ്യുന്നു. പൊതുവേ അങ്ങനെ നമ്മൾ പ്രൈസ് കുറയുന്ന സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അതേ ഒരു മെക്കാനിസം തന്നെയാണ് ഇവിടെ. പ്രൈസ് കൂടുന്ന സമയത്ത് നമുക്ക് ഫേവർ ആയിട്ടുള്ള ഷെയർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യണത്. ഷെയർ പ്രൈസ് ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ ഷെയർ പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ആർ ദി 2 types ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദി ഈ ഒരു ഡോളർ അവറേജിങ് ദാറ്റ് മോർ ഷെയർ ബോട്ട് അറ്റ് ലോവർ പ്രൈസ്. എക്സാക്ട്ലി,
ലോവർ പ്രൈസിൽ നമുക്ക് ഇഷ്ടം പോലെ ഷെയർസ് എന്ത് ചെയ്യുക ബോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഹെൽപ്പ് ചെയ്യല, നമുക്കതിനെ സഹായിക്കുന്നുണ്ട്. ഈ ഡോളർ ആവറേജിങ് പ്ലാൻ വന്നതോടുകൂടി നമുക്ക് ലോ പ്രൈസിൽ നമുക്ക് ഇഷ്ടം പോലെ ഷെയർസ് ബോട്ട് ചെയ്യാനായിട്ട് കാരണമാവുന്നുണ്ട്. ദെൻ കോൺസ്റ്റൻറ്റ് റുപ്പി പ്ലാൻ അനദർ വണ്ണാണ് കോൺസ്റ്റൻറ്റ്. ദാറ്റ്സ് പറയുന്ന പോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദ ഇൻഡിക്കേറ്റ് ദ റുപ്പി വാല്യൂ വിച്ച് റിമെയിൻ കോൺസ്റ്റൻറ്റ് ദറ്റ് സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും ഈ ഒരു കോൺസ്റ്റൻറ്റ് റുപ്പി പ്ലാൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. സ്റ്റോക്ക് വിൽ ബി കോൺസ്റ്റൻ്റ് അറ്റ് ഓൾ ലെവൽ ഓഫ് activities. Then investors under the constant rupee value require knowledge how to low fluctuations maybe does not requiring for the forecasting upward movements limiting price rise. A constant rupee plan follows the two parts portfolio. Speculative portion is investors are the high promises to capital gain. Speculative portions എന്ത് ചെയ്യുന്നു high promises capital gain ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then conservative portion consistent low investment ബോണ്ട് എഴുതിയിട്ടുണ്ട്, ബോണ്ടാണ് കേട്ടോ അവിടെ ഉള്ളത്, അത് നോക്കിയാൽ മതി. 2 പാർട്സ് ആണ് അതിൽ വരുന്നത്. ഒന്ന് സ്പെക്കുലേറ്റീവ് പോർഷനും വരുന്നുണ്ട്, കൺസർവേറ്റീവ് പോർഷനും. സ്പെക്കുലേറ്റീവ് പോർഷൻസ് എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ഗെയിനെയാണ് മെയിനായിട്ട് നോക്കുന്നത് ഹൈ പ്രോമിസറിൽ. ഇവിടെ ലോ റിസ്ക് ആയിരിക്കും കൺസർവേറ്റീവ് പോർഷൻ വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ പ്ലാൻ. അനദർ തേർഡ് ടൈപ്പ് ഓഫ് ഫോമുല പ്ലാനിങ്ങിന് വരുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ലേ, അതിന് തൊട്ട് മുന്നുള്ളതാണ് കോൺസ്റ്റൻറ്റ് റേഷ്യോ പ്ലാൻ. അണ്ടർ ദ കോൺസ്റ്റൻറ്റ് റേഷ്യോ പ്ലാൻ ഹൗവർ ബോത്ത് അഗ്രസീവ് ആൻഡ് ഡിഫെൻസീവ് പോർഷൻസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇവിടെ അഗ്രസീവും ഡിഫെൻസീവ് പോർഷൻ ആയിരിക്കും എപ്പോഴും റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, കോൺസ്റ്റൻറ്റ് നേരത്തെ പറഞ്ഞാൽ നമ്മളവിടെ എന്താണ് പോർട്ട്ഫോളിയോയിൽ സർട്ടൈൻ ടോട്ടൽ പോർട്ട്ഫോളിയോ സ്റ്റോക്ക് എപ്പോഴും എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആണ്. അവിടെ അഗ്രസീവും ഡിഫെൻസീവ് പോർഷനും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതാണ് പറയണത്. ദെൻ വേരിയബിൾ റേഷ്യോ പ്ലാനാണ്. വേരിയബിൾ റേഷ്യോ പ്ലാൻസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ദാറ്റ്സ് വേരിയില്ലേ. Under the plan, ratio are varied whenever there is a change in economic or market index. നമ്മളെ ഇക്കണോമിക്കൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് എന്താ പറയുക ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളും ചേഞ്ചസ് ഒക്കെ ഇങ്ങനെ ഡേ ബൈ ഡേയിൽ ചേഞ്ചസ് ആയിക്കൊണ്ടേയിരിക്കണം. ആ ടൈമിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ഈ ഒരു വേരിയബിൾ പ്ലാനും എന്ത് ചെയ്യുന്നു, വേരിയബിൾ പ്ലാൻ അതാണ്, അതായത് വേരി ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, വേരി ചെയ്യുന്നുണ്ട്. ബട്ട് കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് റേഷ്യോ ഒക്കെ പറയുന്ന സമയത്ത് അവിടെ അപ്പം ഇക്കണോമിക്കൽ മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ വേരി ആവുന്നില്ല, അത് റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ് ഓൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ബട്ട് ഹിയർ ദാറ്റ് വേരിയബിൾ റേഷ്യോ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വേരി ഫോർ ദി ഇക്കണോമിക് മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇറ്റ്സ് മേ ബി വേരി ആവുന്നത്. സിഗ്നിഫിക്കൻറ്റ് ടൂൾ ഫോർ ദി ടേബിൾ ടു റേഷ്യോ പ്ലാൻ സ്ട്രേറ്റ് ടു ഫോർകാസ്റ്റിംഗ്. വേരിയബിൾ റേഷ്യോ പ്ലാൻ ഇസ് എ മോർ അഗ്രസീവ് സ്ട്രാറ്റജി. അപ്പോൾ ദിസ് ആർ ദി മെയിൻ ടൈപ്പ് ഓഫ് വേരിയബിൾ റേഷ്യോ പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഫോമുല പ്ലാനും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഫോമുല പ്ലാനിങ് കഴിഞ്ഞു. ഫോമുല പ്ലാനിന് മുന്നേ നമ്മൾ പിന്നെ ഇൻഡെക്സിങ്ങിന് മുന്നേ പിന്നെ ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ തന്നെ 3 സ്റ്റൈൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും അവസാനത്തിൻ്റെ കുറച്ച് മുൻപായിട്ടുള്ള ഭാഗത്താണ് ഇൻവെസ്റ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.